പണ്ട് സൈക്കിളിലൊക്കെ വരുന്ന ഐസ് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. ഇന്നത്തെ കുറച്ചൊരു ന്യൂജൻ വെർഷനാണ്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐസിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഇതിലോട്ടേക്കുള്ള ഒരു മിക്സ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു ബൗളിനകത്തോട്ടേക്ക് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുക. ഇനി ഇതിലോട്ടേക്കോ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൂടെ തന്നെ നമ്മളൊന്ന് കുറച്ച് ഐസൊക്കെ ആകുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുമ്പോഴാണല്ലേ കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് യെല്ലോ ഫുഡ് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് എസെൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, അതൊക്കെ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിനാണ് കേട്ടോ. ഇനി പഞ്ചസാരയുടെ അളവ് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു മധുരമുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിള വന്നതിന് ശേഷം പിന്നീട് നമ്മൾ കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരി സമയം ചേർത്ത് നമ്മൾ ഒത്തിരി സമയം മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇത് കോൺഫ്ലോർ ആണ്, പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാകുക, ചെറിയൊരു തിക്കായതുപോലെ തോന്നും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു പാകം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിനകത്തെ പ്രധാന ചേരുവ ഫ്ലേവർ എന്ന് പറയുന്നത്. നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ടാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ടാങ്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാൻ മാംഗോ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഓറഞ്ച് ഫ്ലേവറൊക്കെയാണ് ഉള്ളതെങ്കിൽ ഓറഞ്ച് ഫ്ലേവർ എടുത്താലും മതി കേട്ടോ. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ എനിക്ക് മാങ്ങ ചേർത്ത് ചെയ്തപ്പോൾ കുറച്ചുകൂടി മാങ്ങയുടെ ആ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തോന്നി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. അതുകൂടി ചേർക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് മാറും. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് ഇതൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഐസായിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അതിന് ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറുത്ത ഉണക്ക മുന്തിരി ഉണ്ടല്ലോ, നമ്മൾ സേമിയ ഐസൊക്കെ ചെയ്യുമ്പോൾ ചേർക്കുന്നത് പോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സേമിയ, ഒരു 2 ടീസ്പൂൺ അളവിൽ സേമിയ മാത്രം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഞാൻ കുറച്ച് പിസ്ത കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ചേർത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഐസ് ആക്കി കഴിക്കുന്നത് പോലെ തന്നെ ഇത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ പോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയൊരു ഗ്ലാസ്സും ഒരു കുട്ടി ഗ്ലാസ്സുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോപ്സിക്കിൾ മോൾഡായിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിനകത്തും ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഇനി അലുമിനിയം ഫോയിൽ കയ്യിലില്ല എന്നാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വെച്ചിട്ട് അടക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കൊന്ന് സ്റ്റിക്ക് ഇറക്കി വെക്കുമ്പോഴാണല്ലോ നമുക്ക് ഐസ് പുറത്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പോപ്സിക്കിളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഐസിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 8-9 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഐസ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 8-9 മണിക്കൂറിനടുത്തായിട്ടുണ്ട് കേട്ടോ. ഒരു 9 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് കുറച്ച് വെള്ളം, ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് ഈ ഗ്ലാസിൻ്റെ ബൗള് നമ്മൾ ഐസ് റെഡിയാക്കില്ല ഗ്ലാസ് ഒന്ന് ഇറക്കി കൊടുക്കുക. ഒരു കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി, ആ തണുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റിക്ക് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഗ്ലാസ്സിൽ നിന്ന് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയാണ് കേട്ടോ ശരിക്കും ടാങ്ക് വെച്ചിട്ട്
ആയിട്ട് ഐസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഞാൻ പറഞ്ഞല്ലോ, വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുടിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് അത് ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.